കേട്ടാ. അപ്പോ ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. കേട്ടാ പോവാ. നോക്ക് അമ്മച്ചേ പോടെ. പോടെ. നോക്കണുള്ളൂ. വണ്ടി എടുത്തു. സോണി, നമ്മളെങ്ങനെ വണ്ടി വാങ്ങാൻ പോണു? എന്താണ് പറയാറ്? എന്താണ്? ഭയങ്കര സന്തോഷം. എന്ത് സന്തോഷം? വണ്ടി വണ്ടി എത്ര ദിവസം? ഒരാഴ്ച 20 ദിവസമായി കടന്നു. പല വണ്ടികൾ നോക്കുന്നു, അവിടെ പോന്നു ഇവിടെ പോന്നു ഒക്കെ കൂടി എന്തൊക്കെ കാട്ടുകയായിരുന്നു. അവസാനം ഡ്രീം കം ട്രൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പുറത്തിരുത്തിട്ട് എന്താവോ എന്തോ. ഇപ്പോൾ കേക്ക് മുറികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഐശ്വര്യമായിട്ട് ആരെങ്കിലും കിടക്കണ്ടല്ലോ അവിടെ. ഓക്കെ, അമ്മ എങ്ങനെയുണ്ട് വണ്ടി? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ പോവാ, നമുക്കെന്നാ പോവല്ലേ? എന്താണ് പറയാനുള്ളത്? അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇടപാടുകളൊക്കെ തീർത്തു. നേരെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. അല്ലേ സോണി? ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. വണ്ടി കൈ കിട്ടിയപ്പോഴാണ് ശരിക്കും ഓക്കെ കിട്ടിയല്ലോ. അതിന് മുന്നേ വരെ കിട്ടോ ഇല്ലേ, എന്തേലും ഇനി മാറ്റം വരുമോ, ഇവിടുന്ന് ലോണ് കിട്ടില്ലേ, പാസ്സായില്ലേ, അങ്ങനൊക്കെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കളല്ലേ ഇനി ഇത് അടയ്ക്കാനുള്ളത്? താങ്കള് വേണ്ടത് അടവടയ്ക്കേ. അതെ, ഇത്രയും നാളും ഉണ്ടാക്കിയത് മുഴുവനും കൊണ്ടേ കൊടുത്തിട്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് എടുത്ത് ഇനി ബാക്കി എല്ലാ മാസം അടയ്ക്കാനുണ്ട്. എന്താണ് പറയാനുള്ളത്? പറയൂ. അടവടയ്ക്കേണ്ട ആള് പറയൂ. ഇപ്പൊ തന്നെ അടവ് കാണിക്കാൻ തുടങ്ങിയോള്. അടവിന്റെ കാര്യം പറഞ്ഞപ്പോ ഫുള്ള് ഉടായിപ്പ് അടവായിക്കണോള്. അടയ്ക്കണം, ഞാൻ കൊടുക്കും രാവിലെ. പാവം എന്റെ രാവിലെ. എന്തായാലും അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു വണ്ടി എടുക്കണമെന്നുള്ളത്. എന്തായാലും ഓക്കെ ആയി. സെക്കൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണമുണ്ടല്ലോ അല്ലേ. ഒരാഗ്രഹമായിരുന്നു, വലിയൊരാഗ്രഹമായിരുന്നു. എന്തായാലും നടന്നു. ഇനിയിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, അതാണ് ഏറ്റവും വലുതല്ലേ. മെയിൻ്റെനൻസ് ആണ് ഇനി ഏറ്റവും വലിയൊരു കാര്യം വരുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇത്രയും നാള് അതായിരിക്കുമല്ലോ ഇനിയുള്ള ചെലവ്. മെയിൻ എണ്ണ അടിക്കലിനായിരിക്കും. നമ്മൾ ഈ ഫാമിലി കണ്ടന്റ് കോമഡി ഒക്കെ എത്ര കാലത്തിന് ശേഷമാണ് ഗൈസ് നമ്മൾ നോക്കി ഫുൾ ടാങ്കാണ് എണ്ണ അടിച്ചിരിക്കുന്നത്. ഫുൾ ടാങ്ക്. ഒന്നിനും ഒരു കുറവ് പാടില്ലല്ലോ അല്ലേ? യെസ്, ഒരു കുറവ് പാടില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഭക്ഷണം ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ചാടും. ഫുഡ് എന്നാ ഭക്ഷണം കഴിക്കട്ടെ. കഴിക്കാം.
ആരുമില്ല ഇവിടെ, ആരുമില്ല. ഇവിടെ ഇരിക്കാം. വാ ഇവിടെ ഇവിടെ വാ വാ ഇവിടെ വാ വാ കിച്ചു ഇവിടെ വാ. അപ്പൊ ചെലവിന്റെ ഭാഗമായി ഇവർക്ക് ചെലവ് കാണത്ര. സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് അവൾക്ക് തന്നെ ചെലവ് വയ്ക്കുക. വല്ലാത്ത ജാതി. അപ്പൊ എന്താ പറഞ്ഞ നമ്മള് ഷവായ മന്തി, ഒരു ഫുൾ ഷവായ മന്തിയാണ്. മസാല ഷവായ പറഞ്ഞ അയച്ചു. എന്നാ എനിക്ക് പറഞ്ഞിട്ട് പോവാ. അവൾക്ക് മസാല ഷവായ തന്നെ വേണം. ആ ഒരുത്തൻ ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയാ കാട്ടണ്? എന്താടാ എന്താണ് മുടിയൊക്കെ ചകിരിത്തല മുടി, ചകിരിത്തലയൻ സകിരിത്തലയൻ. ആ ആ വെള്ളം വേണ്ടേ? എമ്പു വേണ്ടേ? എമ്പു വെള്ളം വേണ്ട? വെള്ളം വേണ്ട? ആളുകൾക്കൊന്നും അറിയത്തില്ല, എന്നാലും കഴിക്കാം. സന്തോഷം കൊണ്ട് കഴിക്കാം. സന്തോഷം കൊണ്ട് കഴിക്കാന്. കുഞ്ഞനെലി ഒരുത്ത അവിടെ മൊബൈലില് മന്തി റൈസ് വെച്ചിട്ട് അതിന്റെ ഒന്റെ ഇരുത്തം നോക്ക്. എന്തൊക്കെ ഓന്റെ ലെവല്. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സ് മാറിയിട്ടോ. ഡ്രസ്സ് മാറിയൊക്കെ കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല, കാരണം എനിക്ക് വണ്ടിയുടെ പുറകെ ഉള്ള ഒരുത്തമ്പടെ ഈ കിടന്നിട്ട് ടച്ച് ചെയ്ത് കളിക്കുകയാണ്. എന്തോന്നാടാ ഈ കാട്ടിന്? ഒരു നോട്ടം കണ്ടില്ലേ? ഇടിച്ച് നിന്നെ ഞാൻ സൂപ്പാക്കും. പറയുമ്പോഴതുണ്ടാവും. പിത്തുവിന്റെ കാറ്. എന്റെ പൊന്നെ, ഏറ്റവും വലിയ നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, പിത്തൂര് കാർന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവന. അതിപ്പം ആര് വീട്ടിൽ വന്നിട്ട് കാറുമായിട്ട് തിരിച്ച് പോയി കഴിയുമ്പോ ഉണ്ടല്ലോ, അവൻ ഭയങ്കര കരച്ചിൽ, അവനെ കൊണ്ടുപോകാത്തതിന്റെ പേരില്. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര വിഷമം. അയ്യോ പാവം കിടന്ന് കരയുവാണല്ലോ, എന്തെടുക്കുക. എന്റെ മോന്തയ്ക്കോട് വെക്കാതെ, കണ്ണിനകത്ത് ലൈറ്റ് അടിച്ചിട്ട് കാണുന്നില്ല. അപ്പൊ ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹമായിരുന്നു അവന്, ഞങ്ങക്ക് വണ്ടീനെക്കാട്ടിലും മെയിനായിട്ട് അവനൊരു നമ്മുടെ പിറ്റൂട്ടൊരു വണ്ടി വേണം. അപ്പൊ ഞങ്ങളുടെ പിറ്റുവിന് വേണ്ടിയിട്ടും ഈ വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ കാറ് വാങ്ങിച്ചിട്ടുള്ളത്. അതെ, നമ്മൾ ഈ വണ്ടി വാങ്ങി കൊറേ വർഷത്തെ ഒരു സേവിങ്സ് ആണ്. ആ സേവിങ്സോ ആണ് അതല്ലായിരുന്നത്, കൊറേ വർഷത്തെ നമ്മുടെ ഒരു ഇതാണ്, ഡ്രീമാണ്. ഇത്ര കാലേറി ഒരു കാറില്ലാണ്ട് നമ്മളെല്ലാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യം ഇപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് ദൈവം അങ്ങോട്ട് തീരുമാനിച്ചു. പുതിയത് അതല്ലേ ഫസ്റ്റ് ഓണർ, അതിപ്പോ എടുക്കണ്ടെന്ന് ദൈവം തീരുമാനിച്ചോണ്ട് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും നമ്മൾ എടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? വണ്ടി ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഈ സ്വിഫ്റ്റ് എന്തിനാ നിങ്ങൾ എടുക്കാൻ പോയി എന്ന് ചോദിക്കുന്നവര് ഒന്ന് കമന്റ് ചെയ്യും. എന്താ വരുന്നെന്ന് കാണാല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നല്ല വണ്ടിയല്ലേ, നല്ല വണ്ടി, അടിപൊളി വണ്ടി. അപ്പൊ ഇനിയിപ്പോ നാളെ ഒന്ന് കൊണ്ടുപോയിട്ട് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് പൂജിക്കണം. അപ്പൊ
ഒന്ന് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം. പൂജിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ചെറിയ കറങ്ങാൻ പോകണം. അതെ, ഞങ്ങൾക്കൊന്ന് കറങ്ങാൻ പോണം. അങ്ങനെയൊക്കെ സമ്മതിച്ചു. ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കറങ്ങാനൊക്കെ പോവാണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നാടെ സുമ അവിടെ കിടന്ന് വണ്ടി എടുത്തൊന്നും പറഞ്ഞപ്പോഴത്തേനും അവിടെ കിടന്ന് ഭയങ്കര ആഘോഷം. എനിക്ക് വണ്ടി വണ്ടി എടുത്തോ? അയ്യോ എനിക്ക് വയ്യ, എനിക്ക് സന്തോഷമായതും പറഞ്ഞ് അവിടെ തുള്ളിച്ചാടുന്നുണ്ട്. അത് വേറൊരു സൈസ്. യെസ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നാളെ വേറെ വ്ളോഗായിട്ട് വരും. ഇത്രയും കാലം സത്യം പറയുകയാണെങ്കിൽ വീഡിയോ ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റാത്തത് ഒരു മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. കാരണം ഇവര് രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോ തൊട്ടേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോ ബൈക്കിൽ എന്തെങ്കിലും കൊണ്ടുപോകാനൊന്നും നമുക്ക് പറ്റില്ല. ഒരു കാറ് വേണം. അപ്പൊ കാറ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഇത്രയും കാലം അതിന്. പക്ഷെ തുടക്കം മുതൽ തന്നെ എന്തൊക്കെ നെഗറ്റീവും ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്ത് ചെയ്താലും റെഡി ആവില്ല. അങ്ങനത്തെ ഒരവസ്ഥ ശരിക്കും നമുക്ക്. കാർ എടുക്കാൻ പോയി, കാർ അവിടെ നമ്മൾ ചെന്നപ്പോ തന്നെ കറണ്ട് പോയി. അത്രയും ഒരു 10-20 മിനിറ്റത്തേക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതിന് ആലോചിച്ച് എന്തൊരു ഗ്രാമപ്പഴയാന്നിങ്ങനെ ആലോചിക്കായിരുന്നു. വൃത്തിയായിട്ട് പോയതുപോലെ തോന്നും. പക്ഷെ എന്നാലും ദൈവത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മള് എല്ലാം സെറ്റായി ഗൈസ്. അപ്പോ അത്രേ ഉള്ളു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞു. ഇനിയും പറയാനൊക്കെ ഉണ്ട്, കുറെ ഉണ്ട് ഇതിന്റെ കഥകളൊക്കെ. അത് വരും വഴിയൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചർച്ച ചെയ്യാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് താഴെ കമന്റ് ചെയ്യൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്നാ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.